താനാനാനാനാ തനനാനാനാനാ നാ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 . ഹായ് പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ ഇന്നൊരു യാത്രയിലാണ്. ഞങ്ങളെന്ന് വെച്ചാൽ ഞങ്ങളെ 98 ബാച്ചിലെ ഒരു 5 സുഹൃത്തുക്കളപ്പോൾ വണ്ടിയുള്ളത്. ഞങ്ങളെ കൂട്ടുകാരെ കാണാൻ വേണ്ടി പോവാണ്. ഇത് എല്ലാ വർഷവും ഞങ്ങൾ പോകുന്നതാണ്. ഞങ്ങളെ കൂട്ടത്തിലുള്ള കുട്ടികളെ SSLC +2 പാസ്സായ മക്കളെ കാണാൻ വേണ്ടിയിട്ട് ആ വീടുകളിലേക്കുള്ള പോക്ക് ഞങ്ങൾ പോകുന്നത്. പിന്നെ കൂട്ടത്തിലുള്ള ആൾക്കാർ, ഇത് മുഹമ്മദ് അലി കേട്ടോ, കൊട്ടപ്പുറം സ്ഥലം. ഏതായാലും 10ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം എന്ത് വിളിച്ചാലും മേം വരും. അത് നാസറും ഞാനും അവനൊക്കെ എന്ന് പറഞ്ഞാൽ ഓട്ടോക്കാരാണ്. ഞങ്ങളേതായാലും ഒപ്പമുണ്ട് ചങ്കായിട്ട്. ബൈജുവിനാണെന്നുണ്ടെങ്കിൽ ഒരു സെക്കൻഡ് ഒഴിവില്ല. എന്നാൽ ഇന്റീരിയർ വർക്കൊക്കെ ഒഴിവാക്കിയിട്ട് പോകുന്ന ഒരു ദിവസം നമുക്ക് വന്നു. പിന്നെ സതീഷ് നമ്മളെ കൊണ്ടോട്ടി സ്റ്റേഷനിലാണ്, കേരള പോലീസിലാണ്. അപ്പോൾ ഞങ്ങളൊരു യാത്ര പോവാണ്. ഞങ്ങളെ കൂട്ടുകാരികളെ വീട്ടിലേക്കൊന്ന് പോവാണ്. ആ ഒരു കാഴ്ചയിലേക്കാണ് ഞങ്ങളെ യാത്ര. സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കണ്ടോളി, നിങ്ങൾക്ക് മോലാവും. അപ്പോൾ നമ്മുടെ ഉദ്ഘാടനം തന്നെ നമ്മൾ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വീട്ടിലേക്ക് പോകണം കേട്ടോ. സഫിയ എന്ന് പറഞ്ഞാൽ മറ്റാരുമല്ല, ഞങ്ങൾ റഫീഖലി, ഞങ്ങളെ ക്ലാസ്മേറ്റ് റഫീഖലിൻ്റെ ഭാര്യയാണ്. അപ്പോൾ അവിടെ പോയിട്ട് മൊമെൻ്റ് കൊടുത്തു, അതായത് പൊന്നാടൊക്കെ അണിയിച്ചിട്ടാണ് ഞങ്ങൾ പോയിരുന്നത്. ഒരുപാട് ഹാപ്പി ആയിട്ട് തന്നെ അവിടെ നിന്ന് പോകുന്നത് കേട്ടോ, ചായ കുടിച്ചിട്ട്. പിന്നെ ഞങ്ങൾ നേരെ വിട്ടു പുളിക്കൽ അരൂർക്ക്, നമ്മളെ മയമൂനത്തിൻ്റെ വരേക്ക്. ഓള് ഫറൂഖ് കോളേജിലെ ലെക്ചറാണല്ലോ, മാത്രമല്ല ഡോക്ടറേറ്റൊക്കെ കിട്ടിയിട്ടുണ്ട്. അതിനൊരു അഹംഭാവം ഇല്ലാത്ത ഒരാളാട്ടോ. ഇപ്പോൾ നല്ല ബന്ധം, അവോടും വീട്ടുകാരൊക്കെ ആയിട്ട് നല്ല സന്തോഷമായിട്ട് ഞങ്ങൾ ഇപ്പോഴും പോണത്. ഭക്ഷണം ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞതാണ് ഞങ്ങൾ. അവൻ പറഞ്ഞ് ഭക്ഷണം കഴിക്കണം, നിർബന്ധമായിട്ടും കഴിക്കണം. ഭക്ഷണം കഴിക്കണില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ വീട്ടിൽ വെച്ചാളാ, ഞാൻ എൻ്റെ വീട്ടിൽ പോയിട്ട് സാധനം കൊണ്ടുവന്നോളാം, എൻ്റെ വൈഫിനോട് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ചാണ്ടി എന്ന് പറഞ്ഞാൽ. ഞാൻ പറഞ്ഞ് ഈ ധൈര്യമായിട്ട് ഉണ്ടാക്കിക്കോ, ഞങ്ങൾ കഴിച്ചോളാം. ഏതായാലും അവിടെയൊക്കെ പോയിട്ട് വളരെ ഹാപ്പി ആയിട്ട് തന്നെ ഞങ്ങൾ അവിടുന്ന് സന്തോഷത്തോടു കൂടി യാത്രയായി പോകുന്നു കേട്ടോ. പിന്നെ നേരെ വിട്ടതിൻ്റെ കസിൻസിൻ്റെ വീട്ടിലേക്കാണ്, ഉഷാൻ്റെ വീട്ടിൽ പോയി. അവിടെ നന്നായിട്ട് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. കഴിയുന്ന പോലത്തിലൊക്കെ നാസറൊക്കെ നല്ല തട്ടീന്. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോണത് അഫ്സത്തിൻ്റെ വീട്ടിൽ, വെള്ളാമ്പുറത്ത് കേട്ടോ. അഫ്സത്തിൻ്റെ ഹസ്ബൻഡ് നമ്മളെ കട്ട വെയിറ്റിംഗ് തന്നെ അവിടെ. നമുക്ക് കൊടുക്കുമ്പോൾ പോകാണ്ട് പോകുന്നുണ്ട്. ഏതായാലും അത്ര നേരം നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത്. മക്കളൊന്നും അവിടെ ഇല്ല, ചെറിയ മോൻ മാത്രമേ ഉള്ളൂ. ഇനി ഏതായാലും അവിടെയൊക്കെ പോയിട്ടും അതും ഹാപ്പി ആയിട്ട് വെള്ളം കുടിച്ചിട്ടുണ്ടോ, വീഡിയോ എടുത്തിട്ടില്ല. ഏതായാലും അതും സന്തോഷമായിട്ട് തിരിച്ചു പോകുന്നത് ഞങ്ങൾ കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് അത്താണിക്ക കേട്ടോ. നമ്മളെ റജന ടീച്ചറേ, ഒട്ടുക്ക സ്കൂളിലെ ഹിന്ദി ടീച്ചർ, ഓളെ ജ്യേഷ്ഠത്തിൻ്റെ വീട്ടിലേക്കാണ് പോകണത്. ഓളവിടെ ഉണ്ട് പറഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ നേരെ അങ്ങോട്ടാണ് പിടിച്ചത്. അവിടെ പോയപ്പോൾ ഓളപ്പുണ്ട്, ഉമ്മുണ്ട്, നമ്മളെ അരിമ്പ്രക്കാരാണോ അവര്. അപ്പോൾ അവിടുന്ന് മാറിയിട്ടുള്ളൂ. അവരൊക്കെ കണ്ടു, ബാപ്പുമായിട്ട് സംസാരിച്ച് വളരെ ഹാപ്പി. അപ്പോൾ ഹിന്ദിയിൽ 4 ഡയലോഗ് അടിച്ചിട്ടാണ് ഞാൻ പോകുന്നത് കേട്ടോ. കാരണം ഞാൻ പറഞ്ഞ എനിക്ക് മനസ്സിലായിട്ടില്ല, ഓക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് അവൾ ചിരിച്ചു വന്നിട്ട്. ഏതായാലും ഞങ്ങൾ അവിടുന്ന് പോകുന്നു. പിന്നെ നേരെ പോയത് നസീറിൻ്റെ വീട്ടിലാണ്. നസീർ പ്രവാസിയാണ്, അതുകൊണ്ട് അവൻ്റെ വൈഫും മോളും മാത്രമേ ഉള്ളൂ. ഇനി അവരും ഭയങ്കര സ്വീകരണം തന്നെ നമുക്ക് തന്നു കേട്ടോ. അതിലും ഞങ്ങൾ ഒരുപാട് സന്തോഷവാന്മാരാണ്. ഇഞ്ഞല്ലേ ട്വിസ്റ്റ്, ചോറുണ്ടാക്കണത് നസീമയാണ്. നസീമാൻ്റെ ഞങ്ങൾ ആദ്യമേ പറഞ്ഞ ഉണ്ടാക്കണ്ട ഓക്കെ ഒരു നിർബന്ധം. നിങ്ങൾ ഇങ്ങോട്ട് വന്നിട്ടില്ലല്ലോ, നിങ്ങളൊന്നും തിന്നിട്ടില്ലല്ലോ, ആയിക്കോട്ടെ എന്നാൽ ഞങ്ങൾ വരുന്നുണ്ട്, ഉച്ചക്ക് ചോറിന് തന്നെ വരുന്നതായിരുന്നു. ഏതായാലും ഭയങ്കര സ്വീകരണം കേട്ടോ. മന്തിയോ കബ്സ, ചിക്കൻ പൊരിച്ചത്, എന്തെല്ലാം ഐറ്റംസ് അറിയാം. ഏതായാലും അത് നമുക്ക് ഒരുപാട് ഇഷ്ടമായി. അങ്ങനെ ലാസ്റ്റ് കയറി പോണത് എൻ്റെ പെരേ കേട്ടോ. കാരണം ഞാൻ ലാസ്റ്റ് കാക്കി തന്നെയാണ്. കാരണം എന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ട് കഴിയൂല മരി പൊറാട്ടയും ബീഫൊന്നും ഉണ്ടാക്കി കൊടുക്കാൻ. ഒരു കട്ടൻ ചായമേൽ ഒഴിക്കാന്നുള്ള ഒറ്റ പ്ലാനിങ്ങിൽ മാത്രമാണ് ഞാൻ അവസാനം കണ്ടിട്ട് ഞങ്ങൾ ആളൊക്കെ കുറഞ്ഞില്ല. എൻ്റെ പെരയിലാകുമ്പോൾ കിട്ടാന്ന് ഓൽക്കും അറിയാം. ഏതായാലും ഹാപ്പി ഇനി ഞാൻ നല്ലൊരു കട്ടൻ ചായ ഓൽക്ക് കൊടുത്തു. പ്രിയപ്പെട്ടവരെ, ഈ SSLC ബാച്ചെന്ന് കേൾക്കുമ്പോൾ ചില ആൾക്കാർക്ക് ഒരു പുച്ഛമൊക്കെയാണ്. കുടുംബം തകരാറിലാകുക, കുടുംബം തകർക്കുക എന്നൊക്കെയുള്ള ഒരുപാട് അഭ്യൂഹങ്ങൾ ഇതിൽ കൂടെ വരാറുണ്ട്. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ഹാപ്പിയാണ്. ഈ സ്നേഹക്കൂടിൽ ഞങ്ങളെല്ലാവരും ഹാപ്പിയാണ്. ഞങ്ങളുടെ കുടുംബങ്ങളും എല്ലാം സന്തോഷത്തിലാണ്. ഞങ്ങളെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് സഹായിക്കാനും സഹായം എത്തിക്കാനും ഞങ്ങൾ എന്നും അവരുടെ കൂടെ തന്നെ ഉണ്ട്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പവർ. ഏവർക്കും വേൾഡ് ഫ്രണ്ട്ഷിപ്പ് ഡേ ആശംസകൾ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതാരും മറക്കരുത്. ബൈ.